ഈശ്വര നല്ലൊരു കണി കാണിക്കണേ. Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇത് കണിയല്ല കെണിയാ. ഇത് നന്ദിനി തമ്പുരാട്ടി തൃപ്പൂണിത്തറ കോവിലകത്തെ. പച്ച പാവം. എനിക്ക് ചെറിയൊരു മാനസിക രോഗമായിരുന്നു അമ്മേ. ആവശ്യമില്ലാത്ത സംശയങ്ങളായിരുന്നു എന്റെ അസുഖം. ഇതൊക്കെ ആണെങ്കിലും അല്പനേരം ഒന്ന് സംസാരിച്ചാൽ എന്റെ അസുഖങ്ങളൊക്കെ മാറും. നീ ഏതായാലും പറ. പക്ഷെ മോള് നല്ലതായിട്ട് കുക്ക് ചെയ്യില്ലേ? ഞാന് കുറച്ച് ഹെൽത്ത് നോക്കി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. അപ്പം ഒറ്റയ്ക്ക് നിന്ന് സർവൈവ് ചെയ്യാനുള്ള എല്ലാ കുക്കിങ്ങും എനിക്ക് അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. അത്രേ പഠിച്ചാൽ മതി. പക്ഷെ അത് മറ്റുള്ളവർ കഴിക്കാൻ ഓക്കെ എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി എപ്പോഴും പറയുന്നല്ലോ, ഒരു പെൺകുട്ടികളെ ഇപ്പൊ പറയില്ലേ, പെൺകുട്ടികളെ കെട്ടിച്ചുവിട്ട് അത് പഠിക്കണം ഇത് പഠിക്കണം ഇത് പഠിക്കാതെ പോ. ഞാൻ എന്റെ അഭിപ്രായത്തില് പെൺകുട്ടികളോ ബേസിക്കലി ഒന്നും പഠിക്കരുത്. പെൺകുട്ടികളോ ബേസിക്കലി ഒന്നും പഠിക്കരുത്. എന്താ എന്റെ ഉദ്ദേശം? പഠിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം പട്ടിണി ഇല്ലാതെ പോകുന്ന ഒരു ചായ ഇടാൻ അറിയണം, അല്ലെങ്കിൽ ഒരു ദോശ ഉണ്ടാക്കാൻ അറിയണം, ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയണം. അതൊക്കെ പഠിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും പഠിക്കരുത്. കാര്യം എന്താണെന്നറിയോ, നമ്മൾ പഠിക്കുന്നതല്ല കെട്ടി വീട്ടിൽ ചെന്ന് കഴിക്കുമ്പോൾ. എന്തോ എങ്ങനെ നമ്മൾ പഠിക്കുന്നതല്ല കെട്ടി വീട്ടിൽ ചെന്ന് കഴിക്കുമ്പോൾ. അടുത്തത് എന്നിട്ട് അവിടെ എൻറ്റയർലി ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും. എത്ര ഇടി വെട്ടണു അതിലൊരെണ്ണം. ചിലപ്പോ നമ്മുടെ ടേസ്റ്റ് പിടിക്കുകയല്ലായിരിക്കും. അത് പഠിക്കുന്നതല്ലേ എളുപ്പം. അത് പഠിക്കുന്നതല്ലേ എളുപ്പം. ഞാൻ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ പിന്നെ തിരിച്ചെടുക്കാൻ പാടാ. എണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരെണ്ണം കിട്ടുന്നുണ്ടല്ലോ. ഓഹരിത്തരം കാണിക്കരുത്, അതിലുണ്ട് കേട്ടോ. ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. എല്ലാവരും ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുന്നതാണ്. നീ ഒന്നും പണയണ്ട. രാവിലെ അണ്ണാക്കിലോട്ട് 2 കുടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്.